ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസമായില്ലേ ഹോങ്കോങ് നേഴ്സ് റിക്രൂട്ട്മെന്റിന്റെ അപ്ഡേറ്റുകൾ അറിയിച്ചിട്ട് കുറെ പേരൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ചു തുടങ്ങി. അവരൊക്കെ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറെ പേര് എന്നോട് ചോദിച്ചു, എന്താണ് ചേച്ചി വീഡിയോസ് ഒന്നും കാണുന്നില്ല, തിരക്കാണെന്നൊക്കെ. അപ്പം കുറെ ദിവസങ്ങളായിട്ട് ഞാനും കുറച്ച് തിരക്കായിരുന്നു. പ്രത്യേകിച്ച് അപ്ഡേറ്റുകളൊന്നും ഉണ്ടായിരുന്നുമില്ല നിങ്ങളെ അറിയിക്കാനുള്ളത്. അതുകൊണ്ടാണ് നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഇന്ന് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവരും അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂവിന് കാത്തിരിക്കുന്നവരും അതുപോലെ ഇന്റർവ്യൂ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയാനുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ്സ് ഒക്കെ ഇടാനും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ എത്തേണ്ടവരിലേക്ക് ഈ വീഡിയോസ് എത്തുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിലൊക്കെ നേഴ്സുമാരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രയോജനം ചെയ്യും കേട്ടോ. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് കടക്കാട്ടോ. 2024 ജൂലൈ മാസമാണ് ഹോങ്കോങ്ങിലേക്ക് നോൺ ലോക്കലി ട്രെയിൻഡ് നഴ്സസിനെ എടുക്കാനുള്ള അമെൻമെന്റ് ബില്ല് പാസ്സായത്. അതിനുശേഷമാണ് ആർക്ക് വേണമെങ്കിലും ഹോങ്കോങ്ങിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം ഓപ്പൺ ആയത്. ഇതുവരെ ഹോങ്കോങ്ങിലേക്ക് പുറത്തുനിന്നുള്ള ഒരു നഴ്സുമാരും അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എന്റെ ചാനലിൽ കൂടി നിങ്ങളിലേക്ക് എത്തിച്ചു തുടങ്ങിയത്. അവിടെ മുതലാണ് കുറേ നഴ്സുമാര് എന്റെ സ്ഥിരം പ്രേക്ഷകരായി. നേഴ്സ് റിലേറ്റഡ് 1-2 വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ കുറെ പേർക്ക് ഹോങ്കോങ്ങിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് ഓരോ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്താണെങ്കിലും പുതുതായിട്ട് കാണുന്ന ആർക്കെങ്കിലും ഹോങ്കോങ്ങിലേക്ക് നേഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു 3-4 മാസം മുമ്പുള്ള വീഡിയോസ് മുതലൊന്ന് കാണുകയാണെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഓരോരോ അപ്ഡേറ്റുകൾ ഞാൻ ഓരോ വീഡിയോസിൽ അറിയിച്ചിട്ടുണ്ട്. 2025 മാർച്ച് 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ സമയം വൈകിക്കേണ്ട. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഒക്ടോബറിലും നവംബറിലും ഒക്കെ റിസൾട്ട് വന്ന നഴ്സുമാര് കുറെ പേര് ഇന്റർവ്യൂ പാസ് ആയിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രോസസ്സിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. കുറെ പേർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു, കുറെ പേർക്ക് കുറച്ച് ഡിലേ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുറച്ച് പേർക്ക് ഡിലേ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഇന്റർവ്യൂ പാസ്സായവര് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പ്രോസസ്സിംഗ് നടക്കുന്നവരായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാകും. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഓഫ് നഴ്സുമാരെ, മലയാളി നഴ്സുമാരെ പരിചയപ്പെടുകയും നിങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് എത്തുകയും ആദ്യമായിട്ട് ഒരു രാജ്യത്തേക്ക് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴും എനിക്കറിയാം കുറെ പേരൊക്കെ ഡയറക്റ്റ് ഇപ്പോഴും പ്രോസസ്സിംഗ് ചെയ്യുന്നവരുണ്ട്. എന്റെ ഗ്രൂപ്പിലുള്ളവരും ഡയറക്റ്റ് തന്നെയാണ് പ്രോസസ്സിംഗ് ചെയ്യുന്നത്. എങ്കിൽ പോലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ മിസ്റ്റേക്സുകളും ഡൗട്ടുകളൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹോങ്കോങ്ങിലേക്കുള്ള നഴ്സസ് ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡ്രൈവ് വരും. ആ ഡ്രൈവിലാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രജിസ്ട്രേഷൻ സംബന്ധമായ പ്രോസസ്സിംഗ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. പക്ഷെ ഈ റീസെന്റ് ഈ പ്രോസസ്സിംഗ് നടക്കുന്നവർക്ക് എല്ലാവർക്കും കുറെ പേർക്ക് അവരുടെ ഫയലുകൾ റിട്ടേൺ വന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റർവ്യൂ പാസ്സായവർക്ക് ആദ്യം അവർ അയച്ചു കൊടുക്കുന്നത് സ്പെഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സുകളാണ്. അപ്പൊ അതിൽ കുറെ ഫോമുകളുണ്ട്. അത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മൾ പഠിച്ച സ്കൂളുകളിൽ നിന്നൊക്കെ മേടിക്കേണ്ടതാണ്. നിങ്ങൾ എന്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഹോങ്കോങ്ങിലേക്ക് നോൺ ലോക്കലി ട്രെയിൻഡ് നഴ്സസിനെ 2 കാറ്റഗറിയിലാണ് എടുക്കുന്നത്. ഒന്ന് ലിമിറ്റഡ് രജിസ്ട്രേഷൻ, 2 സ്പെഷ്യൽ രജിസ്ട്രേഷൻ. അപ്പം സ്പെഷ്യൽ രജിസ്ട്രേഷൻ ഫോമുകളാണ് എല്ലാ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സുമാർക്കും അവരെ ഇന്റർവ്യൂ കഴിഞ്ഞവർക്ക് അയച്ചു കൊടുക്കുന്നത്. ആ ഫോം അയച്ചു കൊടുക്കുമ്പോൾ അതിൽ പ്രത്യേകമായിട്ടൊരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് കോഴ്സ് പാസ്സായവരാണെങ്കിൽ ആണ് സ്പെഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അല്ലാത്തവര് നിങ്ങൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണം. നിങ്ങൾക്ക് ലിമിറ്റഡ് രജിസ്ട്രേഷൻ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം ഇവര് സ്പെഷ്യൽ രജിസ്ട്രേഷന്റെ ഫോം അയച്ചത് കൊണ്ട് തന്നെ എല്ലാവരും സ്കൂളിൽ നിന്നും
അതുപോലെ തന്നെ നഴ്സിംഗ് കൗൺസിലിൽ നിന്നൊക്കെ ഈ ഫോമിലാണ് അവര് ഫില്ല് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ തിരിച്ചയപ്പിച്ചത്. ഈ തിരിച്ചയച്ച ഫോമുകൾ ഹോങ്കോങ് നഴ്സിംഗ് കൗൺസിലിലേക്കാണ് എത്തുന്നത്. അവിടെ വെച്ചിട്ടാണ് അവർ വെരിഫിക്കേഷൻ നടത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് നിങ്ങൾ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് പാസ്സായിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറെ പേർക്ക് ഈ ഫയലുകളെല്ലാം റിട്ടേൺ വന്നു. അപ്പൊ എന്താണ് സ്പെഷ്യൽ രജിസ്ട്രേഷൻ, എന്താണ് ലിമിറ്റഡ് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് കോഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ, BSc നഴ്സിംഗ് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ MSc എടുത്തവരായിരിക്കാം. അതുപോലെ തന്നെ 30 മണിക്കൂറിൽ അധികം ഏതെങ്കിലും കോഴ്സ് ചെയ്തവരെ ആണ് പോസ്റ്റ് ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ കോഴ്സ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ കാർഡിയാക്കിലോ അതുപോലെ തന്നെ ICU അങ്ങനെയുള്ള പല പല സ്പെഷ്യലൈസേഷനുകളുണ്ടല്ലോ, അത് നിങ്ങൾ പാസ്സായവരാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. 30 അവേഴ്സിന് മുകളിലുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ രജിസ്ട്രേഷന് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. ഈ 30 അവേഴ്സിന് മുകളിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ ഏത് കോഴ്സാണ് ചെയ്തത് ആ കോഴ്സിന്റെ ട്രാൻസ്ക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് അവർ നിർബന്ധം പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം സ്പെഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യാം. നിങ്ങൾ ഒരു GNM നേഴ്സാണ്, അതിനുശേഷം പോസ്റ്റ് BSc ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പെഷ്യൽ രജിസ്ട്രേഷനിലേക്ക് പോകാം. ഇനി ലിമിറ്റഡ് രജിസ്ട്രേഷനിലേക്ക് പോകുന്നവര് BSc നഴ്സിംഗ് മാത്രമാണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് രജിസ്ട്രേഷൻ ആണ് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ GNM നഴ്സിംഗ് കഴിഞ്ഞവരാണെങ്കിലും ലിമിറ്റഡ് രജിസ്ട്രേഷൻ ആണ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഡിഗ്രി പാസ്സായവരാണെങ്കിലും ഡിപ്ലോമ പാസ്സായവരാണെങ്കിലും അവർ ലിമിറ്റഡ് രജിസ്ട്രേഷനിലേക്കാണ് എടുക്കുന്നത്. അപ്പൊ ലിമിറ്റഡ് രജിസ്ട്രേഷനും സ്പെഷ്യൽ രജിസ്ട്രേഷനും തമ്മിലുള്ള ഞാൻ മനസ്സിലാക്കിയ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, സ്പെഷ്യൽ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഈ 3 വർഷത്തെ റിന്യൂവൽ കോൺട്രാക്ട് അല്ലെങ്കിൽ 2 വർഷത്തെ റിന്യൂവൽ കോൺട്രാക്ട് ആണ്. അവിടെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ 2 വർഷത്തെ റിന്യൂവൽ കോൺട്രാക്ട് ആണോ വെക്കുന്നത് 3 വർഷത്തെ ആണോ എന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ വെച്ചിരിക്കുന്ന എല്ലാവരും ഒരു 3 years റിന്യൂവൽ കോൺട്രാക്ട് ആണ്. അങ്ങനെ സ്പെഷ്യൽ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഈ 3 years റിന്യൂവൽ കോൺട്രാക്റ്റിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫുൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. ഇപ്പോഴും നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് തന്നെയാണ് ജോയിൻ ചെയ്തത്, പക്ഷെ നിങ്ങളുടെ ഗ്രേഡുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ലിമിറ്റഡ് രജിസ്ട്രേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഈ റിന്യൂവൽ കോൺട്രാക്റ്റിന് ഉള്ളില് നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് ഇവിടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ രജിസ്ട്രേഷനിലേക്ക് മാറാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് 3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് സ്പെഷ്യൽ രജിസ്ട്രേഷൻ കിട്ടും. അതിനുശേഷം ഇത്ര വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഫുൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇവിടെ മാറാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് സ്പെഷ്യൽ രജിസ്ട്രേഷനും ലിമിറ്റഡ് രജിസ്ട്രേഷൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് അപ്ലൈ ചെയ്തവരാണെങ്കിലും അതുപോലെ തന്നെ ഇനി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇന്റർവ്യൂ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രോസസ്സിംഗ് തുടങ്ങരുത്. നിങ്ങൾ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തരുന്ന ഡ്രൈവിലേക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പൊ ഈ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യും. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ എപ്പോഴും നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അവരും അവരുടേതായ വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോസ് മാത്രം ഇടാത്തത് കേട്ടോ. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവർ ദയവായിട്ട് അതുകൂടെ ഫോളോ ചെയ്യാനോട് മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.